come on, let us enjoy today. സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ഫേമസ് ആയിട്ടുള്ള രണ്ട് പേരാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. അവരുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് അതിൽ ഒത്തിരി ആഴമുണ്ട്, ഒത്തിരി അർത്ഥമുണ്ട്. നമുക്ക് ഏറെ സ്നേഹത്തോടെ ഇന്ന് ഈ അൻപോട് വാലന്റൈൻ്റെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം ജ്യോതിക ആൻഡ് യദു. അപ്പൊ പ്രേക്ഷകരെ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കപ്പിളാണ്. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അല്ലേ, കല്യാണത്തിലോട്ടുള്ള യാത്രയിലാണ്. യാത്രയിലേക്ക് ഇനി എത്ര ദൂരം? കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. എത്ര നാളൂടെ വെയിറ്റ് ചെയ്യണോ ഇനി? കല്യാണം ഈ വർഷം തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ദാ ഇന്ന് ഫെബ്രുവരി 14th ആണ്. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ഈ ഒരു ദിവസം നിങ്ങൾക്ക് പ്രണയത്തെ കുറിച്ച് പറയാനുള്ളത്? പ്രണയം ഒരു നല്ല സാധനമാണ്, പക്ഷെ എല്ലാരും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ഏതോ അഡ്വഞ്ചറസ് റൈഡിലൊക്കെ കയറുന്നല്ലോ, ഒരു നല്ലൊരു സാധനമാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്നും അല്ല, അഡ്വഞ്ചറസ് റൈഡ് തന്നെയാണ്, പക്ഷെ നോക്കിക്കണ്ട് നമ്മൾ പ്രണയിക്കണം. ജഡ്ജസിനോട് എല്ലാവരോടും ആയിട്ടുമാണ്, ഇവർക്ക് ഒരു ഗംഭീര ലവ് സ്റ്റോറി, നിങ്ങളുടെ എല്ലാവരുടെയും ലവ് സ്റ്റോറി നമ്മൾ കേട്ടു. ഇവർക്ക് ഒരു ഗംഭീര ലവ് സ്റ്റോറി പറയാനുണ്ട്. ഇവരുടെ ആ കഥ ഒന്ന് നമുക്ക് കേട്ടാലോ? അപ്പൊ ആര് പറയും? യദു പറയോ? അവള് പറയുന്നതായിരിക്കും ബെറ്റർ. ഞാൻ കഥ പറയാൻ ഇത്തിരി പുറകോട്ടോ. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ളൊരു ലവ് സ്റ്റോറി ഇല്ല. എങ്ങനെയൊക്കെയോ അങ്ങ് കണക്ട് ആയി പോയതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും കൃത്യമായിട്ട് ഓർമ്മയില്ല ഞങ്ങൾ എപ്പോഴാണ് പ്രണയിച്ച് തുടങ്ങിയെന്നുള്ളത്. ഞാനൊരു ചെറിയൊരു ബ്രോക്കർ ആയിരുന്നു ആദ്യം. വേറൊരാൾക്ക് ഇഷ്ടമായിരുന്നു, ആ പുള്ളിയുടെ ബ്രോക്കർ ആയിരുന്നു. അവസാനം ഞങ്ങൾ ഒന്നായി. അതെ, ബ്രോക്കറിന്റെ കയ്യിലായി ഞാൻ. എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? എവിടെ വെച്ചാണ്? നമ്മള് സ്കൂളിൽ ഒരുമിച്ചായിരുന്നു. സ്കൂളില് പഠിക്കുന്നതെല്ലാം ഒരുമിച്ചായിരുന്നു. 8ാം ക്ലാസ് മുതൽ +2 വരെ ഒരുമിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയത് +1 അപ്പോഴായിരുന്നു ഫ്രണ്ടിന് ഈ കുട്ടിയോട് ഇഷ്ടം. അതൊന്നും അങ്ങനെ പറയാൻ പറ്റിയ സാഹചര്യമല്ല. പറഞ്ഞിട്ടില്ല പുള്ളി ഇത് കാണുമ്പോൾ എങ്ങനെ. എന്താണ് ജ്യോതികയ്ക്ക് പ്രണയം തോന്നാൻ മാത്രം യദു അന്ന് പറഞ്ഞത്? അതായത് ഒന്ന് മറ്റേ ഹംസമായിട്ട് ചെന്നതാണ്. യൂഷ്വലി അറിയാമല്ലോ, എന്നെ കാണാൻ നല്ലതാണ്. പിന്നെ ലുക്കാണ്, അതൊക്കെ ഉണ്ട്. അത് മെയിൻ കോൺഫിഡൻസ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന്. പ്രത്യേകിച്ചൊന്നും ഇല്ല, അതുകൊണ്ട് അല്ല, ബാക്കി എല്ലാരും പുറകെ നടക്കുമല്ലോ. അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പുറകെ അങ്ങനെ ശല്യപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അത് അവന് സെറ്റാക്കി കൊടുക്കാൻ മാത്രമേ ഞാൻ അവളുടെ പുറകെ നടന്നിട്ടുള്ളൂ. സിഗ്മയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ അങ്ങനെ ഒരാളുണ്ട്, സുസ്മിത. അങ്ങനെയാ സിഗ്മ എന്നാ പറയുന്നത്. പക്ഷെ 9 മണി കഴിയുമ്പോ രാത്രി റൊമാൻറ്റിക് പാട്ടുകൾ കേൾക്കാം, അത് സ്റ്റോറി ഇടാം. അല്ല, പ്രണയഗാനങ്ങൾ ആർക്കും കേൾക്കാലോ. നമുക്ക് പ്രണയിക്കാം, പൂവിനോട് പ്രണയിക്കാം, പ്രണയിക്കാം. പൂവും കാറ്റൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാറ്റ്, വെയില്. അപ്പൊ ഈ വാലന്റൈൻസ് ഡേയില് നമുക്ക് എന്തോ ഒരു പെർഫോമൻസ് നിങ്ങള് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു സ്പെഷ്യൽ എൻട്രി ഒക്കെ തന്ന് വരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് സ്പെഷ്യലാണോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് അറിയത്തില്ല. അല്ല, സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ, ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുന്ന ആളാണ്. അപ്പൊ 2 തമാശ പറയാലോ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് വലിയ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, യദു പൊതുവെ ജ്യോതികയുടെ തമാശക്ക് ചിരിക്കാറുണ്ടോ? അവൻ ചിരിച്ചത് മാത്രമേ തമാശയായിട്ട് എടുക്കാറുള്ളൂ. ചിരിക്കാറുണ്ട്, പിന്നെ ചിരിച്ചു കൊടുക്കാറുണ്ടെന്നാണോ അതോ നല്ല സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. നല്ല തമാശക്കാരിയാണ്. ഇപ്പം ആസ് എ ഗേൾ ഫ്രണ്ട് എന്താണ് ഒരു ജ്യോതികയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? പറയട്ടെ, ഞാൻ ചോദിക്കുമ്പോഴേ പറയുന്നില്ലേ. പറയണം നമുക്ക്. അല്ല, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയില് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഒരാള് കൂടെ നിക്കണമെന്ന് പോലും ഇല്ല. അത് തന്നെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. സത്യം പറഞ്ഞ ഇതൊരു അവസ്ഥയായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. അതെ, അല്ല, അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നതിന്റെ ഒരു മെയിൻ ക്വാളിറ്റിയാണത്. പിന്നെ പിന്നെ പറയുവാണെങ്കിൽ ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടല്ലേ പ്രണയിച്ചതാ.
ആസ് എ ബോയ് ഫ്രണ്ട് യദു ഈ കാര്യത്തിൽ അടിപൊളിയാണ്. നീ എന്താ സർവേ നടത്താണോ ഇവിടെ? അല്ല, നമുക്ക് സർ വാലന്റൈൻസ് ഡേ ആണല്ലോ, അപ്പൊ നമ്മൾ എന്ത് വേണം, എല്ലാവരുടെയും പ്രണയം എങ്ങനെയാണ്, പ്രണയത്തിന്റെ ഇവിടെ ജഡ്ജസ് ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു 42 വർഷമൊക്കെ ആയി. ഇപ്പൊ ഉണ്ണിച്ചാന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് 42 വർഷമായി. അവരുടെയൊക്കെ ഉള്ളിൽ പ്രണയം നിൽക്കുന്നതിന് ഓരോരുത്തരും ഓരോ റീസൺസ് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പ്രേക്ഷകർക്ക് ഒരു പ്രചോദനമാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ച 42, 50 വർഷമൊക്കെ ഹാപ്പി ആയിട്ട് പോവാം എന്നുള്ളത് അല്ലേ? റിലേഷൻ ആവാൻ പോകുന്നവരോട് എന്തെങ്കിലും ടിപ്പ് കൊടുക്കാനുണ്ടോ? ഒരിക്കലും ഇട്ടിട്ട് പോകരുത്. എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ വന്നാലും കൂടെ നിൽക്കുക മാക്സിമം എന്താണെങ്കിലും. അപ്പൊ എന്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാലും കൂടെ നിൽക്കുക അല്ലേ? ഓക്കെ, കൂടെ നല്ല കട്ടക്ക് നിൽക്കുക അല്ലേ കുഞ്ഞ്? അതെ അതെ. കുഞ്ഞാന്നാണോ എന്നെ ഇട്ടിട്ട് പോകേണ്ട പല സാഹചര്യം വന്നിട്ടും ഇടാതെ പോയിട്ടുണ്ട്. എന്റെ മിസ്റ്റേക്ക് കൊണ്ട്. ഓക്കെ, അതെ ഇട്ടോണ്ട് പോണം കേട്ടോ, അല്ലേ എനിക്ക് പറ്റിയ പോലെ ഇവിടെ ഇക്ക ഇടാതെ പോയൊരു അത് വേറൊരു കഥ. അത് വേറെ കഥ, പഴയ കഥ, കുഞ്ഞിലെ കഥ. ശരി, അല്ല എന്താ കുഞ്ഞെന്നാണോ വിളിക്കുന്നത്? ഞാൻ കുഞ്ഞ, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ ഫസ്റ്റ് ബേബി അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അധികം ഇനി സംസാരിപ്പിച്ച് നീളിപ്പിക്കുന്നില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവരുടെ പെർഫോമൻസിലോട്ട് കിടക്കാണ്. നന്നായിട്ടുണ്ടായിരുന്നു, അടക്കം ചോദിക്കും.